ഹായ്, ടോപ്പ് 10 റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ ടാസ്കിൻ്റെ പരമായി ബിഗ് ബോസിൽ നടന്നിരുന്ന ഹോട്ടൽ ബേബി ഹോട്ടലിൻ്റെ മറ്റൊരു നല്ലൊരു പോസിറ്റീവ് മൈൻഡിലൂടെ എടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതായത് മിന്നാന്നൊക്കെ പോലും നെഗറ്റീവ് റിപ്ലൈ ആണെങ്കിലും ഇന്ന് വളരെ പോസിറ്റീവായ ഒരു എനർജി ബിഗ് ബോസിന് കൊടുത്തുകൊണ്ടാണ് ശ്വേതാ മേനോനും സാബുവും അവിടെ നിന്ന് ഇറങ്ങാൻ സാധ്യതയുള്ളത്. ഇന്നലെ രാത്രിയൊക്കെ അതിൻ്റെ കളർഫുൾ ബിഗ് ബോസിലുണ്ടായിരുന്നു. രാത്രിയുള്ള ഭക്ഷണം കഴിക്കലും അതിൻ്റെതായ അവരവരുടെ മറുപടി പറയലും അവർ ബിഗ് ബോസിനെ ഒന്ന് വർണ്ണശബലമാക്കി മാറ്റി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ ടാസ്ക് ബിഗ് ബോസ് സീസൺസിന് വളരെ വേണ്ടപ്പെട്ട മെയിൻ ടാസ്ക്കായിട്ട് തന്നെയാണ് പ്രേക്ഷകർ എടുത്തിരിക്കുന്നത്. അവർ ഇവിടുന്ന് പോയപ്പോഴും അവരുടെ രീതികൾ, അവർ ബിഗ് ബോസിനോട് ബിഗ് ബോസ് പറഞ്ഞ നീതി നടപ്പിലാക്കിക്കൊണ്ട് തന്നെ അവർ നന്നായി പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി ഉത്തരവാദിത്തം അവരെ ഏൽപ്പിച്ചിട്ടാണ് ബിഗ് ബോസ് അവരെ അതിനകത്ത് കടത്തിവിടുന്നത്. അതിനൊക്കെ അവരെ എത്രയും സോഫ്റ്റായി നീറ്റായി കൊണ്ടു നടക്കാൻ വളരെ അതിന് കൂടുതൽ അവരെപ്പം ഒന്നിച്ചു കഴിഞ്ഞത് ജിറ്റോ തന്നെയായിരുന്നു. അവരുടെ കൂടെ നിന്നും അവരെ ഒരുപാട് സന്തോഷിപ്പിച്ചൊക്കെ അവർ ഇന്ന് പുറത്തു പോയേക്കാണ്. അവരുടെ സമയം കുറച്ച് ദിവസമാണെന്ന് നമുക്കറിയാം. ഗസ്റ്റല്ലേ, അത്ര സമയം ബിഗ് ബോസ് കൊടുക്കും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ പല പ്രത്യേകതകളും പല കാര്യങ്ങളും അവിടെ നടപ്പിലാക്കി. അതിലും മികച്ച ഒരു എൻ്റർടൈനർ ജിറ്റോ തന്നെ ആയി മാറി എന്നതിൽ പ്രേക്ഷകർ അന്താളിച്ച ഒരുപോലെ ഇത്രക്കും ജെന്യുവിനായ ഒരു കണ്ടസ്റ്റൻറ്റ് മറ്റാരും കാണത്തില്ല. മറ്റുള്ളവർ കാണിക്കുന്ന നമുക്കൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതികളിലും നമ്മൾ കാണുന്ന കാഴ്ചയിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ് മറ്റുള്ളവരുടെയും ഒക്കെ പെർഫോമൻസ്. ജിറ്റോയിൽ നിന്നും വ്യത്യസ്തമായൊരു കാറ്റഗറിയാണ്. അതാണ് സാബു മോനും ശ്വേതാ മേനോനും ജിറ്റോ എന്ന മത്സരാർത്ഥിയെ വളരെ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ആ ഡയമണ്ട് കണ്ടുപിടിക്കുക എന്നൊരു കാര്യത്തിൽ ഏകദേശം ഒരു ധാരണയായി എന്ന് തന്നെയാണ്. ആരുടെ കൈകളിലാണ് ഡയമണ്ട് എത്തേണ്ടത് അവരുടെ കൈകളിൽ എത്തി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫുൾ വീഡിയോസും ഫുൾ എപ്പിസോഡൊന്നും ഇനി രാത്രി ആണോ അതിൻ്റെ യഥാർത്ഥ എപ്പിസോഡ്, ഇത് ലൈവ് അപ്ഡേറ്റ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആരാണ് ആ ഡയമണ്ട് കൈക്കലാക്കിയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡിൻ്റെ അഭിപ്രായം മാനിച്ച് നമുക്ക് പറയാം. അപ്പോൾ അവർ വന്നതിൽ ഗ്രേറ്റ്ഫുള്ളായ ഒരു മൊമെൻ്റാക്കി മാറ്റി ബിഗ് ബോസ് സീസൺ 6 ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ വളരെ മികച്ചമായ ഒരു പെർഫോമൻസ് തന്നെ എല്ലാവരും കാഴ്ചവെച്ചുകൊണ്ട് അവിടെ ഒരു ബ്ലൂമിങ് ആക്കി മാറ്റി, ഒരു ഫ്രഷേഴ്സാക്കി, ഫ്രഷ് എയർ പോലെ ഫ്രഷ് പോസിറ്റീവ് കൊണ്ടുവന്ന് എല്ലാവരും ആ ബിഗ് ബോസിനെ നിറക്കുകയുണ്ടായി. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും നമ്മൾ ഫങ്ഷൻസിനൊക്കെ പോയിരുന്ന് കഴിക്കുന്ന മാതിരിയുള്ളൊരു നല്ല കൂൾ മൊമെൻ്റായി മാറ്റി നല്ല ഫ്രഷേഴ്സായി ആ കണ്ടസ്റ്റൻസിനെ അവിടെ നിർത്തി എന്നാണ്. എല്ലാവരുടെയും ഓരോ അഭിപ്രായങ്ങളും നമ്മൾ മാനിക്കുമ്പോൾ വളരെ പ്രത്യേകകരമായ രീതിയിലുള്ള ഓരോരാളുടെ റിപ്ലൈ നമുക്ക് ആസ്വാദകമായി. ചിലരത് വളരെ നാടകീയത, ചിലരത് നല്ല പോസിറ്റീവ് മൈൻഡിൽ സംസാരിച്ചു. അപ്പോൾ നമ്മൾ ആരെയും താഴ്ത്തി കിട്ടുന്നില്ല, എന്നാലും നല്ലൊരു മൂഡായിരുന്നു ഇന്നലെയും മിന്നാന്ന് വന്നപാട് കുറേ നെഗറ്റീവ് ആണെങ്കിലും ഇവർ രണ്ടുപേരും അകത്ത് കയറിയപ്പോൾ ബിഗ്ഗസ്റ്റ് ചേഞ്ചിങ് നടന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് ഇതിന് വളരെ റേറ്റിംഗ് കൂടുന്ന ഒരു സമയം കൂടിയാണ്. ബിഗ് ബോസിൻ സീസൺ നിലവാരത്തിൽ വളരെ മികച്ചൊരു മാറ്റിപ്പിടിക്കൽ എന്നൊരു വാക്കിന് അവിടെ പ്രശസ്തി ഉണ്ടാവുകയാണ്. അവിടെ ഒരു മാറ്റിപ്പിടുത്തം ഉണ്ടാക്കുകയും അവിടെ ഒരു മാറ്റിപ്പിടിക്കലും ബേബി ഹോട്ടൽ എന്ന ഒരു
ടാസ്കിനെ പറ്റി നമുക്ക് പറയുമ്പോൾ ഒരു വിലയിരുത്തലില്ലെങ്കിലും അവിടെ വന്ന വ്യക്തികളിൽ നിന്നും മാറ്റം കൊണ്ടുവന്ന ഒരു മൊമെൻ്റാണ് അവിടെ. അപ്പോൾ പുതിയ ഗസ്റ്റുകൾ വന്നപ്പോൾ ബിഗ് ബോസിന് ഒരു വലിയൊരു മാറ്റവും കൊണ്ടെത്തിച്ചു എന്നതിൻ്റെ ഒരു നിർണായകമാണ്. പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ചെയ്ത് ഡൻ എന്ന ഒറ്റ ടീമായിരുന്നു. അവരാണ് സക്സസ് ആയത്, അവരാണ് പവർ റൂമിലേക്ക് കയറിയത്. അവരുടെ ഗെയിം വളരെ പവർഫുള്ളായിരുന്നു. അവർ കളിച്ച രണ്ടാമത്തെ ജിറ്റോ കഴിഞ്ഞില്ലെങ്കിലും ബാക്കി 2 പേർ മത്സരിച്ച് വിജയം കരസ്ഥമാക്കി. വളരെ ഗ്രേറ്റ്നെസ് ആയിട്ട് തോന്നുന്നു. കാരണം ഡൻ റൂം തന്നെ പവർ റൂമിലേക്ക് വരണമെന്നത് പ്രേക്ഷകരും ആഗ്രഹിച്ചതാണ്. കാരണം അവരാണ് അതിലേക്ക് വരേണ്ടത്. പിന്നെ അർജുനൊക്കെ നേരത്തെ വന്നതുകൊണ്ട് വലിയ അഭിപ്രായമൊന്നുമില്ല. എന്നാൽ ജിറ്റോ വീണ്ടും പവർ റൂമിലേക്ക് എത്താൻ വളരെ ആഗ്രഹിക്കുകയുണ്ടായി പ്രേക്ഷകർ. അത് നടന്നു എന്നത് വാസ്തവമാണ്. അപ്പോൾ അതിലേക്കൂടി ഇനി നാളെയും മറ്റന്നാളേക്ക് ഇനി പവർ റൂമിൻ്റെ കാര്യങ്ങൾ ഇനി നോമിനേഷൻ കഴിഞ്ഞ് തീരുമാനിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒക്കെ ഒരു വണ്ടർഫുള്ളാകും. ആര് ഡയമണ്ട് കട്ടു, ആരത് നേടിയെന്നൊക്കെ, അത് ആര് കൈക്കലാക്കിയെന്നൊക്കെ നമുക്ക് എപ്പിസോഡ് റിവ്യൂ കണ്ടറിയാൻ പറ്റണം. അപ്പോൾ എല്ലാവരും ഒരു നല്ല മികച്ച ഒരു സംഭവമാക്കി മാറ്റി, എല്ലാവരും ഒരു വളരെ വണ്ടർഫുൾ ഡേ ആക്കി മാറ്റി, വണ്ടർഫുൾ മാസാക്കി മാറ്റി എന്ന് തന്നെ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.